Devan, നമ്മുടെ ടൂറിസം സെക്രട്ടറി കെ ബിജു IAS, ഡയറക്ടർ നമ്മുടെ അഞ്ചൻ IAS, സുരേഷ്, വൈസ് പ്രസിഡന്റ് ഹരികുമാർ, സെക്രട്ടറി സ്വാമിനാഥൻ, ശ്രീ PM നജീബ്, ശ്രീ ബേബി മാത്യു, ശ്രീ അബ്രഹാം ജോർജ്, ശ്രീ ഇബ്രാഹിം ഹഷീഫ് തുടങ്ങി KTMന്റെ ഭാരവാഹികൾ, ഏറ്റവും ബഹുമാനീയരായ മാധ്യമ സ്നേഹിതരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം KTM വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. അത് ഇവിടെ പ്രസിഡന്റ് ഈ എഡീഷനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പറയുകയുണ്ടായി. 13ാമത് കേരള ട്രാവൽ മാർട്ട് സെപ്റ്റംബർ 24 മുതൽ 27 വരെ കൊച്ചി നടത്താൻ തീരുമാനിച്ച വിവരം ഞങ്ങളെ അറിയിക്കുന്നു. 75 രാജ്യങ്ങളിൽ നിന്നും 610 അന്തർദേശീയ രജിസ്ട്രേഷനുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 1750 ആഭ്യന്തര രജിസ്ട്രേഷനുകളും ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരള ട്രാവൽ മാർട്ടിന് എല്ലാ കാലത്തും കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതിന് വലിയ പങ്ക് ഉണ്ടായിരുന്നു. ആ പ്രാധാന്യത്തോടുകൂടി ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ടൂറിസം മേഖലയിലെ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർ, ആഭ്യന്തര വിദേശ ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടലുകൾ, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ, MIC പ്ലാനർമാർ, വെൽനസ് സേവനദാതാക്കൾ, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന്റെ പങ്കാളികൾ, ഇവരെല്ലാം ഒറ്റ വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് KTM വളരെ വിജയകരമായി ഈ 12 എഡീഷനിലും നിർവഹിച്ചിട്ടുള്ളത്. അതിന് എല്ലാ മാധ്യമ സ്നേഹിതന്മാരുടെയും പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ KTM കേരള ഗവൺമെന്റിന്റെയും പേരിൽ, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. വിദേശ മാധ്യമ പ്രവർത്തകരും നാഷണൽ മീഡിയയിലെ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക മീഡിയ സെന്റർ അവിടെ KTMന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ദേശത്തും വിദേശത്തും ഒക്കെയായി കേരളത്തിന്റെ ടൂറിസത്തിന്റെ പുതിയ സാധ്യതകളെ, പുതിയ പ്രോഡക്റ്റുകൾ ഇതിലൂടെ വിശദീകരിക്കേണ്ടായി. MIC, MICE, അതുപോലെ വെൽനസ് പഴയതാണ്, നമുക്ക് വലിയ കുത്തകയുള്ള മേഖലയാണ്. ആയുർവേദമാണെങ്കിലും വെൽനസ് ടൂറിസം ആണെങ്കിലും അതിന് കുറച്ചും കൂടി ആകർഷകമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, നമ്മുടെ വെൽനസ് ടൂറിസത്തെ, ആയുർവേദത്തെ ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, ഈ ഗോൾസ് ഓൺ കൺട്രി എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വളരെ നേരത്തെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു ആധികാരികമായ മുൻതൂക്കമുണ്ട്. പക്ഷെ അതുണ്ട് മാത്രം പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയ കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ ഈ കേരളം മത്സരിക്കുന്നത് രാജ്യങ്ങളുമായിട്ടാണ്, സംസ്ഥാനങ്ങളുമായിട്ടല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടാണ് ടൂറിസം മേഖലയിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ആധികാരികത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ നമ്മൾ പിന്തള്ളി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അതിനെ റീബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ട് കൂടി ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് KTMനെ കാണുകയാണ്. അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസത്തിനും അപ്പുറത്തേക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നു. ഹോം സ്റ്റേജിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ബാക്ക് വാട്ടർ ടൂറിസവും അങ്ങനെ നിലവിലുള്ള പ്രോഡക്റ്റുകളുടെ കൂടെ തന്നെ നമ്മൾ നവീനമായ പുതിയ പ്രോഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലോകത്തെ നമ്മൾ ഇനി എത്താത്ത രാജ്യങ്ങളിലേക്കും നമ്മുടെ മാർക്കറ്റിംഗ് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ മേഖലയിലുള്ള ഏറ്റവും പരിണിതപ്രജ്ഞരായ, അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാം സഹായത്തോടു കൂടി അത് നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ ടൂറിസത്തിന് ഈ വർഷം ബജറ്റിൽ കൂടി നമ്മൾ വ്യവസായത്തിന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഇൻഡസ്ട്രി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യ മീറ്റിംഗിൽ തന്നെ ഈ മേഖലയിലുള്ളവരെല്ലാം ആവശ്യമായിരുന്നു. ആദ്യ ബജറ്റിൽ തന്നെ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം ടൂറിസം സെക്രട്ടറി ഉണ്ട്, ഡയറക്ടർ ഉണ്ട്,
അഡീഷണൽ ഡയറക്ടറുണ്ട്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. അതിനുള്ള മീറ്റിങ്ങുകളും ഡ്രാഫ്റ്റും ഒക്കെ തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇപ്പം പറയാൻ കഴിയാത്തത്. അത് പക്ഷെ അധികം വൈകാതെ തന്നെ അത് മീഡിയയിൽ കൂടി തന്നെ അറിയിക്കും. അതിനു മുമ്പ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള 1-2 മീറ്റിങ്ങുകളിലൂടെ ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതോടെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും അതിലേക്ക് അവസാനമായിട്ട് കടക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് KTMന്റെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, കേരളത്തിലെ മാധ്യമ സ്നേഹിതരുടെ, നാഷണൽ മീഡിയയുടെ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹായം, പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെപ്റ്റംബർ 24-ന് കൊച്ചിയിലെ ഇതിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയിൽ 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ 13ാമത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ KTMന്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സംശയമുള്ളത് അവർ കൂടുതൽ അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റുകളിൽ, ടൂറിസം ഇവന്റുകളിൽ ഒന്നായ KTMന്, സംസ്ഥാന സർക്കാരിനും KTMന്റെ ഭാരവാഹികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ഒരു സിഗ്നേച്ചർ വീഡിയോ നമ്മുടെ KTMന്റെ ഈ കൊല്ലം പ്രകാശനം ചെയ്തു. ഇന്ത്യനകത്തുള്ള ബിസിനസ് സംരംഭങ്ങൾ, അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ്, വിദേശത്തുള്ളത് ഒരു ആനുവൽ കാലണ്ടർ ഇവന്റ് ആയിട്ട് നമുക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നതാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണം. ഈ ട്രാവൽ മാർട്ടിന്റെ എഡിഷൻ നല്ലൊരു വലിയ സക്സസ് ആയിട്ട് മാറ്റാനും മാത്രം പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി. KTM 13ാമത്തെ എഡിഷനെ കുറിച്ച് ഇവിടെ വിവരിക്കുകയുണ്ടായി. ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ KTM ഒരുക്കുന്ന അവസരം മാർക്കറ്റിൽ എന്ത് ട്രെൻഡാണ് അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് എന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഈ KTM പോലുള്ള ഒരു വേദി. അതിലേക്ക് നമ്മൾക്ക് കേരള സംസ്ഥാന ടൂറിസത്തിന് ഓഫർ ചെയ്യാനുള്ളത് എന്താണെന്ന് നമ്മൾക്ക് ഇവിടെ അറിയിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഹോട്ടൽസ്, റിസോർട്ട്സ്, ഹോം സ്റ്റേസ്, ട്രാവൽ ടൂർ ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും ഈ വേദിയിൽ പങ്കെടുക്കാനും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചുമതല. അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകാനും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഏറ്റവും അധികം ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുവാനുള്ള ഒരു പ്രയത്നം ഉണ്ടാകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മീഡിയ കമ്മിറ്റി ചെയർമാൻ മിനിസ്റ്റർ, നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ചില അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മീഡിയ കമ്മിറ്റി ചെയർമാൻ മുൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയായി മാറിയതും കേരളം ഇന്ത്യയിലെ ഒന്നാമത്തെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയതും പല മാർക്കറ്റുകളിലും, ഇന്റർനാഷണൽ മാർക്കറ്റുകളിലും ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലും കേരളത്തിലെ ടൂറിസം മന്ത്രി, മറ്റ് സെക്രട്ടറി, ഡയറക്ടേഴ്സ്, അങ്ങനെ ഓഫീസേഴ്സ് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അതിൽ പങ്കെടുത്തു. അതിൽ ആ യാത്രയോടൊപ്പം എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള മീഡിയ പ്രവർത്തകരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ കേരളത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി ഇന്റർനാഷണൽ മീഡിയയും ഡൊമസ്റ്റിക് മീഡിയയും, അതിൽ വിഷ്വൽ മീഡിയയുണ്ട്, അതിൽ ന്യൂസ് പേപ്പറുണ്ട്, വെൽനസ് മാഗസിൻസ് ഉണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള മീഡിയയെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ കൂടി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ധാരാളം സോഷ്യൽ മീഡിയ, ധാരാളം ബ്ലോഗേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് KTM ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് കേരള ടൂറിസം ഗോഡ്സ് ഓൺ കൺട്രി ഇന്ന് ലോകത്ത് ഇത്രയധികം അറിയപ്പെടുന്നത്. ലോകത്തോടെ പോയാലും ഇന്ത്യയിൽ പറഞ്ഞ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാം ഒത്തിരി ഇന്റർനാഷണൽ എക്സിബിഷൻ പോകുന്നതാണ്. അതുകൊണ്ട് എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങൾക്കായി ഒത്തിരി അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. അവിടെ മീഡിയ സെന്റർ ഉണ്ട്, വളരെ സൗകര്യമുള്ള മീഡിയ സെന്റർ, എല്ലാ സംവിധാനങ്ങളുള്ള മീഡിയ സെന്റർ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള സംവിധാനം വേണമെങ്കിൽ, യാത്ര ചെയ്ത് വരാനുള്ള സംവിധാനം വേണമെങ്കിൽ അതും അവിടെയുണ്ട്. നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ വേണമെങ്കിൽ അതുമുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും KTM അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ വരണം.
വരിക എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം, പാൻഡമിക്, അങ്ങനെ പല ഇഷ്യൂസിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മീഡിയ കേരളത്തിന്റെ നല്ല കാര്യങ്ങൾ, ടൂറിസ്റ്റ് നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. KTM പറ്റി വളരെ വിശദമായി ബഹുമാനപ്പെട്ട മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ, പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ്. കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി വളരെയധികം സന്തോഷം പ്രധാനമായിട്ട് കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി, കേരളത്തിലെ ടൂറിസം വ്യവസായമായി ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം, മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഡിക്ലെയർ ചെയ്യുകയും അതിന് ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തരും എന്ന് പറയുകയും ചെയ്യണം. അതിനുള്ള സന്തോഷം KTMന്റെ പേരിലും മറ്റ് മുഴുവൻ സംഘടനകളുടെ പേരിലും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ, ഗവൺമെന്റിനെയും അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ടൂറിസം രംഗത്ത് മന്ത്രിയും ഉദ്യോഗസ്ഥരുമായും ഒക്കെ തന്നെ വളരെ പ്രോ ആക്റ്റീവായിട്ടാണ് നമ്മളോട് ഇൻഡസ്ട്രിയോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. ടൂറിസം വ്യവസായത്തെ മനസ്സിലാക്കുകയും പ്രൈവറ്റ് സെക്ടറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റും കൂടെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ടൂറിസം വ്യവസായം കേരളത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്താൻ കഴിയുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ ഊർജ്ജസ്വലനായ, വളരെ ചെറുപ്പക്കാരനായ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടൂറിസം മന്ത്രിയാണ്. സാധാരണഗതിയിൽ ടൂറിസം മന്ത്രി നമ്മൾ നോക്കിയാൽ നേരത്തെ ടൂറിസം മന്ത്രി ടൂറിസവും ആഭ്യന്തരമായിട്ട് പ്രശ്നമാകുന്നുണ്ട്. ടൂറിസവും ദേവസ്വം ബോർഡും സഹകരണവുമായിട്ട് വന്നിട്ട് മന്ത്രികളുണ്ട്, ടൂറിസവും PWDയുമായിട്ട് മന്ത്രി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രത്യേകമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസവും സാംസ്കാരിക വകുപ്പും ചേർന്നിട്ട് ഒരു മന്ത്രിയാണ് കിട്ടിയത്. അത് കുറച്ചുകൂടി കൃത്യമായ ഫോക്കസ് ടൂറിസത്തിന് നൽകാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഇന്ററാക്ഷനിലെല്ലാം തന്നെ വളരെ സംതൃപ്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാര്യം വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ 5 വർഷം കൊണ്ട് ചെയ്ത് കേരളത്തിലെ ടൂറിസത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായ രീതിയിൽ എത്തിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ കൂടിയാണ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ ബിജു IAS അതുപോലെ തന്നെ ടൂറിസം ഡയറക്ടറും ടൂറിസം അഡീഷണൽ ഡയറക്ടറും ഒക്കെ തന്നെ വളരെ ഒരു ടീമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായി നേതൃത്വം നൽകാൻ തയ്യാറായി നിൽക്കുന്നത് അതിനകത്തുള്ള സന്തോഷം കൂടെ അറിയിക്കുന്നു. ട്രാവൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രാവശ്യവും അഭ്യർത്ഥിക്കുന്നത് പോലെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കേരള ടൂറിസത്തിലേക്ക് മന്ത്രിയും നേതാക്കളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പിന്നിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ ലെവലിലേക്ക് എത്താനായിട്ട് ഗവൺമെന്റും ഇൻഡസ്ട്രിയും ചേർന്ന് ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു. ഇപ്പം നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ വ്യക്തമായ പോളിസികളോട് കൂടി ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രി. ഇപ്പം തന്നെ പറഞ്ഞ മന്ത്രി റീബ്രാൻഡ് ചെയ്യണമെന്നുണ്ട്. അത് ഈ കേരളത്തെ ടൂറിസത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്താനായിട്ട് ഒരു ലീഡർഷിപ്പിലേക്ക് എടുത്തിരിക്കുന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഇൻഡസ്ട്രി വളരെയധികം നേട്ടം കഴിയും. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിരിക്കാം KTM. കാരണം നമുക്ക് പ്രസന്റേഷനും KTMലാണ്. അപ്പം ഈ അടുത്ത KTMലേക്ക് എല്ലാ തയ്യാറെടുപ്പിനും ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും തരുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. പുതിയ രൂപത്തിലും പുതിയ KTM നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കപ്പെടുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ടൂറിസം വകുപ്പ് ഇതിനെ കാണുന്നത്. ഏതൊരു ഡെസ്റ്റിനേഷന്റെയും വളർച്ചയിലും തകർച്ചയിലും അവിടുത്തെ മീഡിയയ്ക്ക് വളരെ വലിയ പങ്കാണുള്ളത്. വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായി യൂട്യൂബിൽ കേരളം ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്യുമ്പോൾ മീഡിയാസ് എങ്ങനെയാണ് ഈ ഡെസ്റ്റിനേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ ഫസ്റ്റ് ചിന്തിക്കും. ഇന്റർനാഷണൽ ട്രാവൽ മാർട്ടിലൊക്കെ പോകുമ്പോഴും അവിടുത്തെ മീഡിയ ഓരോ ഡെസ്റ്റിനേഷനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഫോർ എക്സാമ്പിൾ, വയനാട് ചൂരൽമല ലാൻഡ്സ്ലൈഡ് വന്ന സമയത്ത് വയനാട് ഡിസാസ്റ്റർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിൻ പോയപ്പോൾ വയനാട്ടിലെ ടൂറിസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ മീഡിയാസ് ആ ഒരു ക്യാമ്പയിൻ, അതായത് വയനാട് ടൂറിസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നൽകിയ ക്യാമ്പയിനിന് വളരെയധികം സപ്പോർട്ടാണ് കേരള മീഡിയ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും KTMന്റെ മീഡിയയിലെയും മറ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും
സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ ഭാഗത്തിൽ വരുന്ന KTM കേരള ടൂറിസത്തിന്റെ വിജയക്കൊടി ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ കൂടുതൽ ശക്തമായി പാറാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ടൂറിസത്തിന് സഹായകരമാകുന്നു. ലോ ആൽക്കഹോൾ പോളിസി ഗവൺമെന്റിന്റെ ഒരു പോളിസി പൊതുവിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വന്നതിന് ശേഷം പറയേണ്ട ഒരു ആൻസറാണ്. ഞാൻ മാത്രമായി പറയാൻ കഴിയുന്ന ഒരു ഉത്തരവല്ല. അത് വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ പറഞ്ഞൊരു പോളിസി ഉണ്ടാവും. പോളിസി ഗവൺമെന്റ് അനൗൺസ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. ഞാനായിട്ട് മാത്രം പറയേണ്ട കാര്യമല്ല. ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. മുമ്പും അങ്ങനെയുള്ള ചില തത്വത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന് ഈ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇതിന്റെ ഫ്രെയിംവർക്ക് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? കാരണം ഈ ഒന്ന് പോസിറ്റീവായ നമുക്ക് സബ്സിഡികളൊക്കെ ഉണ്ടാവും. പക്ഷെ നെഗറ്റീവായ സൈഡിൽ ഈ KSEB വൈദ്യുതി ചാർജുകളൊക്കെ കൊമേഴ്സ്യൽ ടാരിഫിലേക്ക് മാറുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ ഫ്രെയിംവർക്ക് ആയിട്ടുണ്ടോ പ്രഖ്യാപനത്തിനപ്പുറത്ത്? അത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു ഫ്രെയിംവർക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാകും. ഉണ്ടായതിനു ശേഷം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് എടുത്തതിന് ശേഷം അത് ഫൈനലാക്കാൻ ഉള്ളതാണ്. അതെന്തായാലും ഈ മാസം ആദ്യം തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ പറയാൻ പറ്റും. ഫൈനലായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ പറയാൻ കഴിയും. ഡ്രാഫ്റ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുകയാണ്. അതിനുശേഷം പറയും. ഇപ്പം ഒരു പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അനൗൺസ്മെന്റിന്റെ കൂടെ തന്നെ CM പറഞ്ഞിട്ടുണ്ട്, വ്യവസായത്തിന് കിട്ടുന്ന സൗകര്യങ്ങൾ ടൂറിസം മേഖലയിലെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കാനുള്ള ഒരു നയം ഉണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ചൂട് പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് നല്ല സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അത്തരം സ്ഥലങ്ങൾ ആളുകൾക്ക് അനുഭവവേദ്യമാക്കുന്നതിനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഇപ്പോൾ മനസ്സിലാക്കും? അതായത് പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഞാനാണ് ഇതിനകത്ത് ടൂറിസത്തിലെ പുതിയ ആള്. ഇവരെല്ലാം പഴയ ആളുകൾ, ഇത്രയും പഴയ സെക്രട്ടറി അനുഭവം. എന്നാലും പുതിയ ആളാണെങ്കിലും ഒരു മാസം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ ആളുകൾ സ്ഥലം കാണാനായി വരുന്ന ടൂറിസ്റ്റുകൾ അല്ല, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന്റെ ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിനുള്ള സ്ഥലങ്ങൾ, അതിനുള്ള സാധ്യതകൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യുന്ന ഇപ്പോ പറഞ്ഞ ഏരിയകൾ ഒരുപാട്. തീർച്ചയായിട്ടും ഇത് ഫോക്കസ് ചെയ്താണ്. അപ്പൊ ഞാനിപ്പോ സെക്രട്ടറി പ്ലാനോട് പറയുകയാണ്, ഞാൻ KTM-ൽ തന്നെ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ കേരള കലകൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവർ അനുഭവിക്കാൻ, ആസ്വദിക്കാനുള്ളതല്ല അനുഭവിക്കാനുള്ള ഒരു പ്രത്യേക ഇടം ഒരുക്കും. കാരണം അത്രയും വൈവിധ്യമായ സമ്പന്നമായ ഒരു കലാപാരമ്പര്യം നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം അവർക്ക് അനുഭവിക്കാൻ കഴിയും. ടൂറിസം തന്നെ നമ്മൾ ആലോചിക്കുന്നത്, ടൂറിസത്തിന്റെ കേരളത്തിലെ ഒരു വർഷത്തെ വാർഷിക കലണ്ടർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ കണ്ണൂർ ഈ ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് തെയ്യം, 3 മാസമുണ്ട്. അപ്പൊ നമ്മുടെ ടൂറിസം കലണ്ടറിൽ നിങ്ങൾ ഒക്ടോബറിൽ കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് തെയ്യം അനുഭവിക്കാം. നിങ്ങൾ നീലമ്പേരൂർ പടയണിയുണ്ട്, കടമനിട്ട പടയണിയുണ്ട്, എലന്തൂർ പടയണിയുണ്ട്. അത് ഓരോ മാസങ്ങളിലാണ്. നിങ്ങൾ ഈ മാസങ്ങളിൽ വരികയാണെങ്കിൽ അത് അനുഭവിക്കാം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനിൽ വളരെ സദ്യയെ കുറിച്ചാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പാട്ട് പാടി വിഭവം ചോദിച്ചാൽ ആ പാടുന്ന പാട്ടിനനുസരിച്ചുള്ള വിഭവം കൊണ്ട് കൊടുക്കുന്ന 63 ഇനമുള്ള വള്ളസദ്യ ലോകത്ത് എവിടെ പോയാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ വള്ളസദ്യ നിങ്ങൾ ഈ ദിവസങ്ങളിൽ 19-ാം തീയതി മുതൽ 6 മുതൽ വള്ളസദ്യ തുടങ്ങുന്നു. 1 മാസമുണ്ട്. ഈ 1 മാസത്തിനിടയിൽ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് വള്ളസദ്യ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഉദാഹരണം 2-3 കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒരു വർഷത്തെ ടൂറിസത്തിന്റെ വാർഷിക കലണ്ടറിൽ തന്നെ ഉണ്ടാകും. ഈ വർഷത്തെ തിരുവനന്തപുരത്ത് ഓണാഘോഷം മുതൽ ആ മാറ്റം നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ പരിശ്രമം നടത്തുകയാണ്. നേരത്തെ ടൂറിസം വീക്കായിരുന്നു, പിന്നെ ഓണം വീക്കായിരുന്നു. വീണ്ടും നമ്മൾ ഓണം ടൂറിസവും കളയാതെ ഓണം ടൂറിസം വീക്ക് ആക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയാണ്. ഓണം ടൂറിസം വീക്ക് സെലിബ്രേഷൻ ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ ആ ചേഞ്ച് ഈ ഓണം ആരാഘോഷം മുതൽ തന്നെ തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലകളാണ് ഇതൊക്കെ. നമ്മുടെ വള്ളസദ്യ ആണെങ്കിലും, നമ്മുടെ പള്ളിയോടങ്ങളാണെങ്കിലും, നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളാണെങ്കിലും, അതിനൊന്നും ലോകത്ത് ആ രീതിയിൽ ഒരു മത്സരമൊന്നുമില്ല. നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്ത സ്ഥലങ്ങളെ മാക്സിമം നമ്മൾ പൊട്ടിക്കും. നമുക്ക് പരമാവധി ആളുകളെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിസ്റ്റർ വേറൊരു കാര്യം, ഇപ്പോ ബജറ്റിൽ ബ്രാൻഡ് കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് കേരളത്തിലെ. അതിൽ പറയുന്നത് ഈ സ്പൈസസ് പോലുള്ള സാധനങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഈ നമ്മുടെ ടൂറിസം, നമ്മൾ പേര് വിദേശ രാജ്യത്ത് പോയാലും അവരുടെ ഒരു എത്നിക്കായ ഒരു സംഗതി, ഒരു സുവനീറോ അല്ലെങ്കിൽ അതുണ്ടാവും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു ആറന്മുള കണ്ണാടിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പറയാവുന്ന ഒരു സാധനമില്ല. അപ്പൊ ഈ ബ്രാൻഡ് കേരളം എന്നുള്ള അതിന്റെ അണ്ടറിൽ നമുക്ക് അത്തരം എത്നിക് ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഹാൻഡ് ബാഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഗതി ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും ആലോചിക്കാം, ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒത്തിരി ഉണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. ആറന്മുള കണ്ണാടി, ഓക്കെ, ആറന്മുള കണ്ണാടിക്കും ഈ ബജറ്റിൽ നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആറന്മുള കണ്ണാടി പോലെ തന്നെ ഒരുപാട് വൈവിധ്യമായ കാണിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ബ്രാൻഡ് കേരളത്തോടൊപ്പം തന്നെ അതിനകത്ത് ബ്രാൻഡ് വയനാട് നമ്മൾ പറഞ്ഞു, നേരത്തെ അഡീഷണൽ സെക്രട്ടറി പറഞ്ഞു ചൂരന്മാർക്ക് ശേഷം വയനാട്ടിലേക്ക് വരുന്നത് സേഫ് അല്ലാത്ത തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് നമ്മളൊന്ന് ബ്രാൻഡ് വയനാട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ അവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ചെറിയ തടസ്സം തരുന്നതാണ്. തീർച്ചയായും ജോലി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ബ്രാൻഡ് കേരള ഇന്ന് നേരത്തെ എടുത്തു പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് നല്ല പൊസിഷൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ കൂടുതൽ ഒന്ന് ഈ ഗോൾസോൺ കൺട്രി തന്നെ ഒന്ന് ബ്രാൻഡ് ചെയ്ത് ഈ വരുന്ന ഒരു വർഷം അവതരിപ്പിക്കാനുള്ള, മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു മനഃപൂർവ്വമായ പരിശ്രമം കേരള ഗവൺമെന്റിൽ നിന്നും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാകും. അതാണ് ആലോചിച്ച് പറയേണ്ടതാണ്. പക്ഷേ ഏവിയേഷൻ സെക്ടറുമായിട്ട് ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ആ സഹായം നമ്മൾ കൊടുക്കുകയും നമുക്ക് അത്രയും സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർ സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, നമുക്കൊന്നും പറ്റില്ല. അത് അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ടൂറിസമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുക. ഈ കോവളം, ബേക്കൽ, ജലപാത, അതുപോലെ വിഴിഞ്ഞം ക്രൂസ് ടൂറിസം സാധ്യത, ഇതിനെപ്പറ്റി സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട്? അല്ല, ക്രൂസ് ടൂറിസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പോളിസി ഉണ്ട്. ആ കാര്യങ്ങളിലേക്ക് ബാക്കി നടപടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ക്രൂസ് ടൂറിസം നമുക്ക് നല്ല ഒരു മേഖലയാണ്, നല്ല സാധ്യതയാണ്. അത് നമ്മൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള പോളിസി ഉണ്ട്. അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ടെൻഷനൊക്കെ ഇവിടെ എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ ടൂറിസം ഫ്ലോ? നന്നായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോ നമുക്ക് 8 ലക്ഷം കഴിഞ്ഞ ക്വാർട്ടറിൽ 8,21,025 വന്നതാണ്. 24 7 ലക്ഷമായിരുന്നു എന്ന് മാത്രമല്ല. ഞാൻ ചോദ്യത്തിന് ഞാനിപ്പോ പഠിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ, കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ കൂടുതൽ വന്നുകൊണ്ടിരുന്ന USA, ജർമ്മനി, UK പോലെ തന്നെ ഒരു 4ാമത്തെ പൊസിഷനിൽ നമുക്കിവിടെ എത്തുന്ന ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ഒമാൻ വരുന്നുണ്ട്. അപ്പം ഈ അറബ് എന്ന് പറയുന്നത് നമുക്ക് ഇനിയും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൂടുതൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സെക്ടറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഈ GCC വെസ്റ്റ് ഏഷ്യയിലെ ഈ പറയുന്ന സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് ആളുകൾ വരുന്നതിൽ കുറവുണ്ടാകുന്നില്ല. മൺസൂണാണ് അവർ കൂടുതലായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം. മഴ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് സ്ലോ ആവുന്ന ഒരു ടൈമായിരുന്നു. മഴക്കാലത്ത് ഇവിടെ സത്യത്തിൽ ടൂറിസം ഒന്ന് തണുത്ത് കിടക്കുന്ന സമയമായിരുന്നു മുമ്പ്. ഇപ്പോൾ ഈ GCC എന്നുള്ള ആൾക്കാർ മൺസൂണിൽ കൂടുതലായി വരാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് അതൊരു നല്ല പുതിയ സാധ്യതയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനും കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ മാർക്കറ്റിംഗും GCCയിൽ കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം എന്നുകൂടി വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തൊന്നും മാത്രം നിൽക്കാതെ പറ്റാവുന്ന പുതിയ സ്ഥലങ്ങളിൽ പോവുക. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. ഈ മൺസൂൺ കാലത്ത് സ്വാഭാവികമായിട്ടും ഈ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികളൊക്കെ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ
എന്തോ കേൾക്കാം. ഈ മൺസൂൺ കാലത്താണ് വിദേശത്തു നിന്നടക്കം വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങുമ്പോഴേക്കും നമ്മൾ റെഡ് അലർട്ടിലേക്ക് മാറുന്നു. അപ്പോൾ ഈ പറയുന്ന മലയോര മേഖലകളിലടക്കം നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു വിലക്ക് ടൂറിസത്തെ ബാധിക്കും. രണ്ട് കാര്യമുണ്ടായിരുന്നു. ഒന്നിപ്പോൾ നമ്മൾ ഈ മലയോര മേഖലയിലാണ് നമ്മുടെ ഈ സാഹസിക ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, അതിൻ്റെ കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ മലയോര മേഖലയിലാണ്. കണ്ണൂരിൻ്റെ എടുത്താലും വയനാടിൻ്റെ എടുത്താലും ഇടുക്കിയുടെ എടുത്താലും ഒക്കെ അഡ്വഞ്ചർ ടൂറിസം ഈ ഏരിയയിലാണ്. ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഗവൺമെന്റിന് ഈ പറഞ്ഞ പോലെ മഴ മുന്നറിയിപ്പെല്ലാം കൊടുത്ത് പിന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ടൂറിസം അനുവദിക്കുകയും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഉള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം അവിടെ വളരെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇക്കോളജിക്കലി വളരെ ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങളുമാണ്. 5-6 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഫ്ലഡ് പ്രോൺ ആണ് അവിടെ. ആ സമയത്ത് നിങ്ങൾ എന്തിനാ അവിടെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് അനുവദിക്കുന്ന ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എന്നാൽ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ട്. ആ സമയത്ത് എന്ത് കൊടുക്കാം? അതിൻ്റെ ഇടയിൽ വേണം നമുക്കൊരു കാര്യം നടത്തിക്കൊണ്ട് പോകണം. ഞാൻ കണ്ണൂർ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇതേ കാര്യം അവരോട് ചോദിച്ചു, ഈ പ്രശ്നം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അവസാനിക്കും. താങ്ക് യു. നന്ദി. ഈ കോടതി 14% വർധന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രം കടക്കാർ നേരത്തെ പറയാൻ നോക്കിയത് 14% ഇതിന്റെ വർധന ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ലോക സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. On behalf of Kerala Travel Mart, we would like to thank Tourism Minister, Honorable Tourism Minister, Mr. P.C. Vishwanath, for finding his valuable time in spite of his busy schedule. Of course, Biju sir, who is our kind of a friendly neighborhood, and Madam Anjana and Madam Sri Ramya Suresh.